അവൻ സ്വത്തും മക്കളും ഉള്ളവനായതിനാൽ അവന് നമ്മുടെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുന്നതായാൽ അവൻ പറയും പൂർവീകരുടെ കെട്ടുകഥകളാണ് അവ എന്ന്. സംഗതി ശരിയാണ്. ഈ പറഞ്ഞ കഥകളെല്ലാം പൂർവീകരുടെ കെട്ടുകഥകളാണ് എന്ന് അന്നത്തെ അറബികൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ബാബിലോണിയയിൽ നിന്നും അതുപോലെ ബൈബിളിൽ നിന്നുമൊക്കെ അവർ കേട്ടറിഞ്ഞിട്ടുള്ള കഥകൾ തന്നെയാണ് മുഹമ്മദ് അവിടെ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന യക്ഷിക്കഥകളാണ് അവിടെ ഈ ഖുർആനിൽ പറയുന്ന പലതും അറബികൾക്ക് അറിയാത്ത കഥകളോ അറബികൾക്ക് കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളോ ഒന്നുമല്ല. അതുകൊണ്ട് അവർ പറഞ്ഞത് വളരെ ശരിയാണ്. അസാത്തീറുൽ അവ്വലീൻ എന്ന് അവർ ഇടക്കിടക്ക് പറഞ്ഞ് പരിഹസിച്ചിരുന്നു എന്ന് ഖുർആനിൽ 9 or 10 തവണ ഈ അസാത്തീറുൽ അവ്വലീൻ എന്ന ഖുർആനെ കുറിച്ചുള്ള ഖുറൈശികളുടെ ആക്ഷേപം ആവർത്തിച്ച് ഉദ്ധരിക്കുന്നുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു ഈ പേന കൊണ്ട് എഴുതി വെച്ച കാര്യങ്ങളാണെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബിനെ കുറിച്ച് ഇത്രയും വലിയൊരു പരിഹാസം 8-10 തവണ ഇതിനകത്ത് ആവർത്തിക്കും. കോമൺ സെൻസ് ഉള്ള തലക്ക് വെളിവുള്ള ഒരു പഠിച്ചവനാണെങ്കിൽ ആ പുസ്തകത്തിനെ കുറിച്ചുള്ള ഇത്തരം ഒരു പരിഹാസം അതിനകത്ത് ആവർത്തിക്കുക. എന്നിട്ട് അതിന് മറുപടി എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ല. വെറുതെ അതിങ്ങനെ ഉദ്ധരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മറുപടിയായിട്ട് വളരെ ബാലിശമായ എന്തെങ്കിലും ബബ്ബ പറഞ്ഞു പോകുന്നതായിട്ടാണ് ഖുർആനിൽ എല്ലായിടത്തും കാണുന്നത്. നമ്മുടെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കാൽ അവൻ പറയും പൂർവീകരുടെ കെട്ടുകഥകളാണ് എന്ന്. ഇത് വലീദ് ഇബ്നു മുഗീറ പറഞ്ഞതാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് മറുപടി എന്താണ്? വഴിയേ അവന് നാം തുമ്പിക്കൈയിനടയാളം വെക്കും. ഇവിടെ തുമ്പിക്കൈ എന്ന് പറയുന്നത് വലീദ് ഇബ്നു മുഗീറയുടെ നീളം കൂടിയ മൂക്കാണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. വലീദിൻ്റെ മൂക്ക് കുറച്ച് വലുതായിരുന്നു അത്രേ. നോക്കൂ നിങ്ങൾ, ഇവിടെ ബോഡി ഷെയ്മിങ് നടത്തുകയാണ്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ആരെ? സ്വന്തം സൃഷ്ടിയെ. ആ സ്വന്തം സൃഷ്ടിക്ക് ശാരീരികമായ എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ അത് ആ സൃഷ്ടിയുടെ കുഴപ്പമല്ല, ഈ സ്രഷ്ടാവിൻ്റെ കുഴപ്പമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ സ്രഷ്ടാവ് തന്നെ അയാൾ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായ ശാരീരിക വൈകല്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൂക്ക് നീണ്ട മനുഷ്യനെ അവൻ്റെ തുമ്പിക്കൈന് ഞാൻ അടയാളം കുത്തും എന്ന് ബോഡി ഷെയ്മിങ് നടത്തുന്നു. അപ്പോൾ നോക്കൂ, ആയിഷ പറഞ്ഞത് എത്ര കറക്റ്റാണ്. മുഹമ്മദിൻ്റെ സ്വഭാവം ഖുർആൻ തന്നെ, അത് വളരെ വ്യക്തമാണ്.